കഴുത്തില് പാമ്പ് ശിവനായിരുന്നല്ലോ ഞാൻ. ഇല്ല, ഞാൻ പറയില്ല, ഞാനത് പറയില്ല, നീ മേടിക്കണ്ട. അല്ല പറയാ, സീനിയർ എന്ന് പറയുന്നത് കാലം കൊണ്ടല്ലേ, പ്രായം കൊണ്ടല്ലേ. പ്രായം കൊണ്ടല്ല, പ്രായം കൊണ്ടായാലും വിരോധമില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം രാസ്ത എന്ന ഫിലിമിന്റെ ഈ പ്രീ ലോഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അതിന് നമ്മുടെ പ്രൊഡ്യൂസർ ലിനുവിനോടും അതുപോലെ അനീഷിനോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു ഈ രാസ്ത എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിംഗ്. കാരണം നമുക്കറിയാം, വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ഒമാനില് പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസം ചോദിച്ചുള്ള ആദ്യം, പിന്നെ പറഞ്ഞു വരുന്ന ദിവസങ്ങൾ ഒരുപാടായി. പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും നല്ല ഒരു സിനിമ, രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടും അത്രയും നല്ല രീതിയിൽ ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ഒക്കെ സിനിമ ചിത്രീകരിച്ചത്. മസ്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിന്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ. അതിന്റെ സബ്ജക്റ്റ് കേട്ടപ്പോ എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ അതൊരു റിയൽ ലൈഫുമായിട്ട് വളരെ സാമ്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിയല്ലേ? അല്ലേ? ഒരു റിയൽ ലൈഫ് അല്ല, അല്ല, ഈ നമ്മുടെ പ്രത്യേക ഇൻസിഡൻസ് തന്നെ ഒരു റിയൽ സംഭവത്തിന് ബേസ് ചെയ്തിട്ട് ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതുപോലെയല്ല, സിനിമാറ്റിക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അല്ലേ? പക്ഷെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വല്ലാത്തൊരു ഭീതിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മളൊരു അന്യനാട്ടിൽ പോയിട്ട് നമുക്കുണ്ടാവുന്ന ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. രക്ഷപ്പെടുമോ എന്ന് സംശയം തന്നെയാണ്. അതാണ് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ പറയുന്നത്. പിന്നെ രാസ്ത എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ്, അല്ലേ? പക്ഷെ ഇപ്പൊ പറഞ്ഞു ഏകദേശം ഒരു മലയാള വാക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു വാക്കായിട്ട് മാറി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് വലിയ സിനിമകള് ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് പല രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഒരുപാട് വലിയ ബജറ്റുകളുമായിട്ട് വരുന്ന പല സിനിമകളും നന്നാവുന്നില്ല ഞാൻ പറയുന്നില്ല, നന്നാവാറുണ്ട്. പക്ഷെ എങ്കിലും ഇത് നമ്മുടെ ഒരു ചുരുങ്ങിയ സമയത്ത് ഒരു എന്താ പറയുക, പരിമിതമായ ചെലവിൽ നിന്നുകൊണ്ടിട്ട് ഗംഭീരമായിട്ട് ഒരു സിനിമ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നിർമ്മാതാവ് ലിനുവിനും അതുപോലെ തന്നെ അനീഷിനും ഞാൻ ഒരു പ്രത്യേക കയ്യടി ഈ സമയത്ത് തരികയാണ്. കാരണം നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് അവിടുത്തെ ലൊക്കേഷൻസ്. കാരണം ഇത്രയും വലിയൊരു സിനിമയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ലിനുവും അതുപോലെ അനീഷും അതുപോലെ ഫുൾ ടീം, അവർ മാത്രമല്ല, നമ്മുടെ മസ്കറ്റിലുള്ള ഒരുപാട് വേറെയും നമ്മുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒമാനിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഗംഭീരമായിട്ടുള്ള നടീനടന്മാർ ഒമാനിൽ നിന്നും നമ്മൾ നേരിട്ട് കണ്ടു, ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു. അത്രയും ഗംഭീരമായ ആക്ടേഴ്സും അവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു, വളരെ സന്തോഷം. അപ്പൊ അത്രയും നല്ല സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം, എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഇന്ന് വർഷങ്ങളായിട്ട് ഒമാനിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പം അവിടുത്തുകാരനായി മാറി എന്ന് തന്നെ പറയാം. കാരണം എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. ഒമാൻ ഭാഷ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ചെയ്യാവുന്ന ഒരു തരം ഹെൽപ്പ് ഇവിടുന്ന് വന്ന ഒരു കൂട്ടർ ചെയ്യുന്ന ഹെൽപ്പൊക്കെയാണ് എൻ്റെ കഥാപാത്രം ചെയ്യുന്നത്. ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ്. വളരെ സന്തോഷം. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. കാരണം നമുക്ക് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഇത് നമ്മുടെ പശ്ചാത്തലം കൊണ്ടും കഥ പറയുന്ന രീതിയും കഥയും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ്. അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും. അപ്പോൾ രാസ്തയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ജനുവരി 5 റിലീസാവുന്ന നമ്മുടെ സിനിമ രാസ്ത എല്ലാവരും കണ്ട് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എന്തോ അലർജി ഒക്കെ വന്നു അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ എന്നൊക്കെ അറിഞ്ഞു. ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്തതെന്നൊക്കെ അറിഞ്ഞായിരുന്നു.
ഞാനത് പറയൂന്ന് അല്ല അതാ ഞാൻ പറഞ്ഞത്. അതായത് എന്റെ വിചാരം നമ്മൾ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൗണ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് ഇതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ കോസ്റ്റ്യൂംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറെ അവിടെ വെക്കുന്നു. അപ്പൊ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു. അപ്പൊ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത. ഒരു എനർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴുത്ത് മൊത്തം പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വിഷജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പോയ്സൺ ആവുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു ടെൻഷൻ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഇപ്പോഴല്ല, അപ്പൊ തന്നെ സെറ്റായി, കുഴപ്പമില്ല. ചേട്ടന് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ഇർഷാദൊക്കെ ആയിട്ട് അല്ലേ? അതെ. ചേട്ടനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇർഷാദിക്കേനെയും കൂടി ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. എന്റെ കഴുത്തിൽ എന്തായിരുന്നു നമുക്ക് കഥകളൊക്കെ അറിയില്ലായിരുന്നു അവിടെ അല്ലേ? എന്തായിരുന്നു കഴുത്തിലോ? കഴുത്തിൽ പാമ്പ് ശിവനായിരുന്നല്ലോ ഞാൻ. വലിയ സന്തോഷം. ഇല്ല, ഞാൻ പറയില്ല, ഞാനത് പറയില്ല, നീ മേടിക്കണ്ട. അല്ല പറയാം. ഇർഷാദിന്റെ മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ പറയണ. എന്താ സത്യം അതല്ലല്ലോ, പിന്നെന്താ പറയുന്നത് കുഴപ്പം? ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ളൊരു കഥയാണ്. ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. തമാശ പറഞ്ഞാല് എന്തോ അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇർഷാദിന് തേങ്ങ കൂടി ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള എക്സ്പീരിയൻസ്, മനസ്സിലായില്ലേ? ഇതേ എന്താ കൊടുക്കലും അങ്ങനെ തൊട്ടടുത്ത റൂമിലായിരുന്നു താമസം. എന്തായാലും വരും സുധീഷിനെ കുറിച്ച് ഇർഷാദ് പറയുന്നത് കേട്ടാ ഞെട്ടും. എന്നെ കൂടെ എന്തിനാണ് പറയുന്നത്? ഞാൻ പറയാതെ വന്നതല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ അനീഷ്? ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്തെ എനിക്ക് പരിചയമുള്ള, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ജോഷ് സാറിന്റെ കൂടെ ഉള്ള, നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു. കാലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു പടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക് അപ്പൊ ഇത് മുന്നെന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഒന്നല്ല 2 ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു ഏത് വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി. എന്തായാലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ദീനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വിളമ്പി തന്നിരുന്നു അദ്ദേഹം ലൊക്കേഷനിൽ. വീട്ടിൽ നിന്ന് കടി ഉണ്ടാക്കിക്കൊണ്ടിരും വൈഫ്, ഇവൻ ചായ വിളമ്പും. ഞങ്ങളവിടെ അല്ലേ നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചു എന്നൊക്കെ കേട്ടു എന്നൊക്കെ കഥാക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒന്നും അറിയില്ല. ഇപ്പൊ 4-3 മണിക്ക് ഒരു ചായ ഉണ്ട്, 5 മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക, ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടി ഒന്നുമല്ല. അപ്പൊ ഇവരെപ്പോഴെങ്കിലും നമ്മളെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ 4 മണി 4:30 ആകുമ്പോഴത്തേനും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ. അവർക്ക് വേണ്ടിയാണ് ഇർഷാദ് പറഞ്ഞതെന്ന് വരുത്തി തീർത്തുകൊണ്ട് പുള്ളിക്ക് വേണ്ടിയാണ് സംഭവം പറഞ്ഞത്. പഴംപൊരി അവസാനം ലൊക്കേഷനിൽ പഴംപൊരി ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുള്ള, ഇവരകത്ത് കയറിയിട്ട് ഒരുപാട് അനുഭവിച്ചു. തീർച്ചയായിട്ടും ഇതൊരു തമാശ മാത്രമല്ല, സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നൊരു സിനിമയല്ല അത്. അത്രയും കഷ്ടപ്പെട്ടവരാണ്. കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോട്ട്സ് കണ്ടു, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ്, അതാ പറയാൻ കാര്യം. കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയാ, നമ്മള് കാരവനിൽ പോയി ഇരിക്കുക, സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക, ആ രീതിയിലായിരുന്നില്ല. മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ്. ഞാനല്ല കൂടുതലായിട്ടും, ഇതിൽ കൂടുതലും സർജാനോ ഖാലിദും നമ്മുടെ നായികയും അനീഷും അവരൊക്കെയാണ് കൂടുതലായിട്ടും അത് അനുഭവിച്ചത്. അല്ല, ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ദിനേശ് ചേട്ടനെ കണ്ടു, ദിനേശ് ചേട്ടൻ സിനിമ കണ്ടിട്ടുണ്ട്.
പുള്ളി പറയാം ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാൽ തന്നെ ഈ സിനിമ എല്ലാവരും കാണാൻ തോന്നും, അത്രമേൽ അവര് എഫർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തിൽ എന്ന് പറയും. എന്തായാലും ഈ സിനിമ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കയറുക എന്നൊക്കെ വലിയൊരു ടാസ്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന വിജയ് ഇത് പാൻ ഇന്ത്യ സിനിമയാണ്, ഇത് പാൻ വേൾഡ് സിനിമയാണ്. ക്രിസ്മസിന് തന്നെ അല്ലെ, വിജയ് ഇപ്പൊ എന്നോട് പറയായിരുന്നു ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ്. എല്ലാവരും അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം, അതിനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയും.